എന്റെ പൊന്ന് ഒരു അഭിപ്രായമില്ല. ആ പുള്ളിയൊക്കെ കാരണം പണിയെടുത്ത 5 പൈസ കയ്യിലില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ വേണം. ഇതിപ്പോ ഒരു പ്രസ്താവന നശിപ്പിച്ചളഞ്ഞേ. അന്നേരം പ്രൈവറ്റ് ബസ്സുകാർ പട്ടിപ്പണി ചെയ്യുന്നവർ, ബാക്കി എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം നല്ല പണി ചെയ്യുന്നവർ. പ്രൈവറ്റ് ബസ്സുകാർ മൊത്തം ഗുണ്ടകൾ, കഞ്ചാവ് അടിക്കണവർ. ഞാനൊക്കെ ഇത് നിങ്ങൾ തൂഫാൻ എന്നെ വേണമെന്ന് നോക്കി ഈ വണ്ടി എല്ലാ ദിവസവും കയറിയോ. നമ്മളിവിടെ കഞ്ചാവും വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി വരിക, പക്ഷേ ജീവിക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ വെറുതെ കൊടുത്താണത്. ഈ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കണത്? വെറുതെ ഇപ്പൊ ഈ വോട്ട് ചെയ്തത് അവർക്ക് മൊത്തം നഷ്ടത്തില്ല. പിന്നെ 2000 രൂപ വ്യത്യാസമുണ്ട് കോട്ടയറണാകുളം. അതെ അതെ, ബുദ്ധിമുട്ടുണ്ട്. ശമ്പളം പോലും തികയുന്നില്ല. ഓവറാ വണ്ടി. 10,000 രൂപ 1500 രൂപ ഓവറ. ഞാൻ ഓർത്ത് അങ്ങനെ അടി കിട്ടിയില്ലെന്ന് ഓർത്തിരുന്നതാ. പക്ഷെ നമുക്കും മടിയായിപ്പോയി. പ്രിയദർശിനി നമ്മുടെ ഞങ്ങത്തടിച്ചു, എന്നാലും കുഴപ്പമില്ല. സ്ത്രീകൾക്ക് നല്ലതല്ലേ? എന്നാലും നമ്മളെ സഹിക്കും, കുഴപ്പമില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നേ. ഇപ്പോൾ തക്കാലത്തിന് ഇപ്പം പറഞ്ഞു കണ്ടു, ഒരു 6 മാസം കഴിയുമ്പോൾ കണ്ടു. അത് തന്നെ ഓട്ടോമാറ്റിക് വണ്ടി കുറയും. ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞ് വണ്ടി പൊളിക്കാൻ വെച്ചേക്കല്ലേ. അപ്പോൾ പിന്നെ അവന് വേറെ ഇറങ്ങുമ്പോൾ വണ്ടി കുറയും. അപ്പോൾ 50 വണ്ടി കേട്ട് കഴിഞ്ഞാൽ 10 വണ്ടിയാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുള്ളൂ. അതുകൊണ്ടൊന്നുമില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പുറകെ ആരാ പോകാതിരിക്കുന്നത്? കുറച്ച് പെണ്ണുങ്ങൾക്ക് പുറകെ ഉള്ള പോകാൻ ഒരുപാട് ഉള്ളിടത്ത് ഒരു 12 ഉള്ളിടത്ത് ഒരു 2 ആക്കും. അപ്പോൾ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ തള്ളിപ്പോവും. ഭരണം കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഭരണോ. ഇവർ അത്ര തടകയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടുകാരനല്ലേ പറവൂര്. പറവൂര് മല്ലൂർ വേണ്ടിയാണ്. അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ വേണം. ഇതിപ്പോ ഒരു പ്രസ്താവന നശിപ്പിച്ചളഞ്ഞേ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ വെറുതെ കൊടുത്താണത്. ഈ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ എന്തിനാണ് ഫ്രീ ആയിട്ട് കൊടുക്കണത്? വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. ഈ പാവപ്പെട്ട ഈ അമ്മമാർക്ക് കൊടുക്കണമെങ്കിൽ പിന്നെയെങ്കിലും ഉണ്ട്. ഇത് ഈ ഗവൺമെന്റ് ജോലി PF മറ്റേത് മറിച്ചത് വാങ്ങി പിന്നെ ഇപ്പൊ ഫ്രീയും. പിന്നെ അല്ലാണ്ട് ഒരു പ്രസ്താവന തന്നെ ഇല്ലാണ്ടാക്കണം. എന്തോരം കുടുംബങ്ങളാണെന്നറിയോ നശിച്ചു പോണത്? വെറുതെ ഇപ്പൊ ഈ വോട്ട് ചെയ്തത് അവർക്ക്. സ്വതം പിന്നെ 5 കൊല്ലം നോക്കണ്ടേ? അല്ലാണ്ട് വേറെ ഇല്ല. അതെന്താണ് ഇതിപ്പോ ഇങ്ങനെ നടക്കല്ലേ ഓരോരുത്തര. എന്ത് പറയാനായിട്ട് ഒന്നുമില്ല പറയാനായിട്ട്, കൂടുതലൊന്നുമില്ല പറയാനായിട്ട്. മതിയായി. ഇനിയിപ്പോൾ 5 കൊല്ലം ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ നോക്കാം. ഇനി അടുത്ത കൊല്ലം ഉണ്ടാവാനായിട്ട് 100% കുറവാണ്. ഇതേപോലെ പോവുകയാണെങ്കിൽ അടുത്ത കൊല്ലം വേറെ ആയാലും നോക്കട്ടെ. എല്ലാവർക്കും ഒരു അവസരം കൊടുത്ത് നോക്കണമല്ലോ. അതാ വേണ്ടത്. എന്റെ പൊന്ന് ഒരു അഭിപ്രായമില്ല. ആ പുള്ളിയൊക്കെ കാരണം പണിയെടുത്ത 5 പൈസ കയ്യിലില്ല. പ്രിയദർശിനി കാര്യം പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരെ ശരിക്കും ബാധിച്ചു. കാരണം പ്രൈവറ്റ് ബസ് ജീവനക്കാരെ എല്ലാവരും ശരിക്കും നന്നായിട്ട് ബാധിച്ചു. നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ഗണേഷ് കുമാർ പോയപ്പോൾ പടക്കം പൊട്ടിച്ചതിലെ കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരും പറയും. നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഡീസൽ കയറുന്നൊരു വണ്ടി ഇവിടെ കിടന്നു. അന്നേരമൊക്കെ ആൾക്കാർ പറയണേ നീയൊക്കെ ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയപ്പം പടക്കം പൊടിച്ചില്ലായിരുന്നു. ഗണേഷ് കുമാർ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പാർട്ടീനെയും കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കണം. കാരണം ഓരോ ഭരണാധികാരിയും നമ്മൾ ജനങ്ങൾക്ക് സഹായമാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിലൊരു വിജയമാകുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അതെന്ന് വെച്ചാൽ പ്രിയദർശിനി ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് നിനക്കൊക്കെ വേറെ പണിക്ക് പോകത്തില്ലേ, പല പണിക്ക് പോകത്തില്ലെന്ന് ആൾക്കാർ ചോദിക്കണം. ആൾക്കാർ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പണിക്ക് പോകും. കാരണം പക്ഷേ എന്നാൽ പോലും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. കാരണം എനിക്ക് ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. ഈയിടയ്ക്ക് എനിക്ക് കുഞ്ഞാവേണ്ടത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ വണ്ടിയെല്ലാം കയറ്റിയിടേണ്ട അവസ്ഥ വന്നാൽ എനിക്ക് പെട്ടെന്ന് വേറൊരു പണിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് 12 വർഷമായി ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഈ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 12 വർഷമായി. ഈ 12 വർഷമായിട്ട് എനിക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റിയില്ല. പെട്ടെന്നൊരു സാഹചര്യം ഇപ്പോൾ നമ്മൾ ഏതൊരു മേഖലയുള്ളൂ, ഇപ്പോൾ ഒരു പെയിൻറ്റിങ്ങിന് പോകണമെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും പെട്ടെന്നൊരു ജോലിയിൽ നിന്ന് ഇല്ലാതാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ വരുമാന മാർഗ്ഗം ഇല്ലാതാകുമോ ശരിക്കും പറയാം. അപ്പോൾ നമുക്ക് വേറൊരു പണി പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യമാണ് സത്യം പറയാം. ഈ ശരിക്കും പറഞ്ഞാൽ ഷട്ടിൽ വണ്ടീനെയും ഒരുപാട് വണ്ടികൾ ഇപ്പോൾ G-ഫോം ഇട്ട് കയറ്റിയിട്ടേക്കുക. കാരണം മുതലാളിമാർ 2 പണിക്കാർക്ക് വേണ്ടി വണ്ടി അങ്ങ് ഓടിക്കുക. കാരണം അവർ പലരും പല രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം അവരുടെ ഇഷ്ടങ്ങൾ കൊണ്ട് സർവീസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ ബസ്സിൻ്റെ മുതലാളിമാരെന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഡ്രൈവറാണ്, പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട് ബസ് മേടിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞിട്ട് ബസ് ഉള്ള പല മുതലാളിമാരും ഇപ്പോൾ അവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഡീസൽ അടിക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം പേപ്പർ മേടിച്ചുകൊണ്ട് പോകണം. ഞങ്ങൾക്കൊക്കെ 1200 രൂപ ശമ്പളമുള്ള കോട്ടയം റൂട്ടിൽ ശമ്പളം 1200 രൂപ. ഈ 1000 രൂപയ്ക്ക് ശമ്പളം ഉള്ളവരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ 500, 600, 700 രൂപ. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ശമ്പളം ഇല്ല. ഞങ്ങളുടെയൊക്കെ ഇതുകൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം ഈ വണ്ടിക്ക് 7,000 രൂപ 8,000 രൂപ ഡീസൽ വേണം ഒരു ദിവസം. ഈ വണ്ടി ഓടണം 12 രൂപ 13 രൂപ വണ്ടി ഓടണം. ബാലൻസ് എന്നാ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾക്ക് 1000 രൂപ ഒക്കെ ശമ്പളം എന്ന് കഴിഞ്ഞാൽ എന്നാ ഉണ്ട് ബാലൻസ്?
പ്രിയദർശിനി വന്നവരുടെ എല്ലാത്തിൻ്റെ മുമ്പിൽ അവരെ കിട്ടുക. KSRTC പറഞ്ഞ സമയം എന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ KSRTC സ്വിഫ്റ്റിൽ വർക്ക് ചെയ്താൽ 30,000 രൂപ ഞാൻ കയറിയത് സ്വിഫ്റ്റിൽ. ആ 30,000 രൂപ പോയി. ഞാൻ റിസൈൻ ചെയ്തിട്ടൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു വരുമാന മാർഗ്ഗം ഇല്ല. KSRTC സർക്കാരിൻ്റെ കാര്യമാണ്, ഓക്കെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ പൈസ കൊണ്ട് പ്രൈവറ്റ് ബസ് ഓടിച്ചാൽ പണിയെടുത്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം നമുക്ക് സത്യം പറയാനുണ്ടല്ലോ, ഒരു ദിവസം വീട്ടിലോട്ട് കയറി കഴിയുമ്പോൾ രാവിലെ വീട്ടിൽ ഒരു 1,200 എനിക്ക് ശമ്പളമുണ്ട്. വീട്ടിലോട്ടുള്ള പെണ്ണുമ്പോൾ എല്ലാ ദിവസം കൊച്ചിൻ്റെ ഡയപ്പർ മേടിക്കാൻ കൊടുക്കണം 800 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞത് അതുപോലെയാണ് പകുതി ആൾക്കാരുടെ അവസ്ഥ. കാരണം ഒരു കിലോ അരി മേടിക്കാൻ എത്ര രൂപ കൊടുക്കണം? ഇന്നത്തെ കാലത്ത് 1000 രൂപ കൊണ്ട് എന്തെങ്കിലും ആവുമോ? സത്യം പറഞ്ഞാൽ അന്നേരം കുറേ ആൾക്കാർ കമന്റ് ഇടും, ഇവനൊക്കെ വേറെ പണിക്ക് പോകത്തില്ലെന്ന് പറയും. അന്നേരം നമ്മൾ എന്ത് പണിക്ക് പോകും? ഞാൻ 12 വർഷമായി പണി തുടങ്ങിയിട്ട്. അതുപോലെ എത്ര വർഷമായിട്ട് തുടങ്ങിയവർ പണി തുടങ്ങിയവരുണ്ട്. ഇവരൊക്കെ പെട്ടെന്ന് എന്നാ പണിക്ക് പോകും? ശരിയാണോ? ഇപ്പോൾ ഏതൊരു വിവാദത്തിലാണെങ്കിലും പെട്ടെന്ന് ജോലി ഇല്ലാതാക്കിയപ്പോഴത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഈ നശിച്ച കേരളത്തിൽ ആരും നിൽക്കാതെ. ഇവിടെ ഈ പട്ടീനെ പോലെ കേരളത്തിലെ ഡ്രൈവർമാരെ കാണുന്നത്. സത്യം പറയുക, ഡ്രൈവർമാരുടെ അവസ്ഥ അത്. അതിനിടയ്ക്ക് ഈ പ്രിയദർശിനി വന്ന പിന്നെ നമുക്ക് ഒന്നും മേലാത്ത അവസ്ഥ സത്യം പറയാം. കാരണം നമുക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. കാരണം ഞാനൊക്കെ സത്യം പറയാം, ഞാനൊക്കെ അത്യാവശ്യമായിട്ട് ഇത് സന്തോഷിച്ചത് സത്യം പറയാം. നമ്മളതുപോലെ ഓട്ടോ എല്ലാവരെയും നശിപ്പിച്ച ഒരു പാർട്ടിയായിരുന്നു. പാർട്ടി എന്ന് ഞാൻ പറയല്ല, ഒരു വ്യക്തി ഗണേഷ് കുമാർ സാർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ നീയൊക്കെ പ്രൈവറ്റ് ബസ് ഗണേഷ് കുമാറിൻ്റെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രിയദർശിനി നീയൊക്കെ അനുഭവിച്ചോളാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എന്നാ ചെയ്യട്ടെ സത്യം പറയാം. കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തൊഴിലെടുക്കുന്നു. നമ്മൾ ആരും മുഖത്ത് കയറണം, നമ്മളൊരു പാർട്ടീനെ ആരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കാറില്ല. പക്ഷേ നമ്മൾ ജീവിക്കാൻ വേണ്ടി വരുന്ന നമ്മളെല്ലാ പാർട്ടിക്കാരും എല്ലാവരും വേണം. നമുക്ക് ആരും നമ്മൾ കുറ്റപ്പെടുത്തി പറയില്ല. പക്ഷേ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ വൈക്കം വണ്ടിയൊക്കെ ആണെങ്കിലും എറണാകുളം വണ്ടിയൊക്കെ ആണെങ്കിലും പ്രിയദർശിനി എല്ലാത്തിനും മുമ്പിൽ പ്രിയദർശിനി ഇട്ടേക്കുക. പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും മേലാത്ത കാര്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം. പക്ഷേ അത് ഇപ്പം ഇവർക്ക് ഇത് നിർത്താൻ പോലും മറ്റു പാർട്ടിക്കാർ സമ്മതിക്കില്ല. കാരണം അവർ കൊടിയായിട്ട് ഇറങ്ങുക. കാരണം ഈ സർക്കാരിന് ഇത് നിർത്തണം ഉണ്ടായിരിക്കാം. പക്ഷേ അടുത്ത സർക്കാർ കൊടിയായിട്ട് ഇറങ്ങും, അവർ നിർത്തിക്കാൻ സമ്മതിക്കില്ല. ഗതികേട് കൊണ്ട് ഈ സർക്കാർ സത്യം പറഞ്ഞാൽ പ്രിയദർശിനി കൊടുത്താൽ. പക്ഷേ ആ പ്രിയദർശിനി നമുക്ക് എല്ലാവർക്കും ഭാരമായിട്ട് വന്നിരിക്കുക. നമുക്ക് ഒന്നും മേലാത്ത ദിവസം ജീവിക്കാൻ മേല സത്യം പറയാം. വേറെ വല്ല പണിക്ക് പോകണമെങ്കിൽ സമാധാനം മനസ്സമാധാനം ഉണ്ടാവും. നമ്മളെ സത്യം പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് പട്ടീനെ പോലെ ഈ ആൾക്കാർ വഴി നിൽക്കണവരാണെന്ന് കാണും. നീയൊക്കെ പ്രിയദർശിനി അങ്ങ് സന്തോഷിക്കാനാണ് പറയണത് ആൾക്കാർ. കാരണം നമുക്ക് ഒന്നും മേലാത്ത അവസ്ഥ സത്യം പറയാം. ഇത് ഈ നശിച്ച പണി ഈ വണ്ടിയൊക്കെ നിർത്തി പോകണം. ഞാൻ പറയണേ സത്യം പറയാം, ഇവിടെ ഈ പ്രൈവറ്റ് ബസ് ഒന്നും ഓടരുത്. അതാകുമ്പോൾ ആൾക്കാരും പഠിക്കും. ഇനി ഏറ്റവും വലിയൊരു ഉദാഹരണം വൈക്കം തൊടുപുഴ റൂട്ട് 10-25 പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന റൂട്ടാണ്. KSRTC വന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ തന്നെ ഒരു വണ്ടി വൈക്കത്ത് പോയിട്ട് തിരിച്ചു വേണം തൊടുപുഴയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് ഇല്ലാതാകുമ്പം പൊതുഗത എന്ന് പറഞ്ഞാൽ എന്നാ KSRTC വേണം, പ്രൈവറ്റ് ബസ്സും വേണം, രണ്ടും വേണം. അപ്പം കാരണം ഈ പ്രൈവറ്റ് മേഖലയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, KSRTCയിലും ജീവിക്കുന്ന ഒരുപാട് ആളുണ്ട്. പെട്ടെന്ന് ഇതില്ലാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ പണിക്ക് പോകാൻ പറ്റുമോ? ഇപ്പം എനിക്ക് നാളെ വേറൊരു പണിക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ പോകും? ഇത്ര വർഷങ്ങളായിട്ട് ഈ വണ്ടിയായിട്ട് തന്നെ ചുമന്നു തുടങ്ങാൻ നമ്മൾ വേറെ എന്ത് പണിക്ക് പോകും? കേരളത്തിൽ പിന്നെ എന്നാ പണിയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇവിടെ ഭായിമാർക്കുണ്ട് 1000 രൂപ. പക്ഷേ ഇപ്പം ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലെ ആൾക്കാർ പണിയുന്നത് 500 രൂപ, 600 രൂപ, 700 രൂപ, 800 രൂപയ്ക്കാണ്. കാരണം നമ്മുടെ മുതലാളിയുടെ മനസ്സ് കാണുമ്പോൾ നമുക്ക് സങ്കടം. അപ്പോൾ നാളെ സുപ്രാത് ഇവർ ഇനി ഇത് കൊടുക്കണം എന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുമോ? ഇത് ആരും മേടിക്കാനുണ്ടോ? ആരും മേടിക്കില്ല. ഒരു മനുഷ്യൻ മേടിക്കില്ല. ഉള്ളവർക്കെല്ലാം ഒരു ട്രോഫി ആയിട്ട് ഈ സാധനം ഇരിക്കുക. ഒരു മനുഷ്യൻ ഈ വണ്ടി വേണമെന്ന് ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല. കാരണം രാവിലെ വണ്ടി പോലീസുകാരാണ്. ഒരു വണ്ടി ഞങ്ങൾ ഒരു കാറിൻ്റെ തട്ടി വഴിയിൽ വെച്ച് ഈ കാറുകാരൻ പറയും 5000 രൂപ 10,000 രൂപ കൊടുക്കണം എന്ന് പറയും. ഒരു കാറുകാരൻ പറയും. ഒരു ബസ് വന്നൊരു കാറിൻ്റെ അടിച്ചാൽ പറയും അന്ന് ആ കാർ വന്ന് ബസ്സിൻ്റെ അടിച്ചാലോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരും നമ്മൾ അതുപോലെ പറഞ്ഞു വിടും. എന്നാൽ നല്ല പോലീസുകാരും ഉണ്ട്, ചീത്ത പോലീസുകാരും ഉണ്ട്. ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുന്നില്ല. പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മൾ പറയണേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സത്യം പറയണ്ടല്ലോ, മനസ്സമാനായിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലാൻ പോലും പറ്റുന്നില്ല. സത്യം പറയുക, നമുക്ക് സമാധാനം ഇല്ല ഇപ്പോൾ ജോലി എടുക്കാനായിട്ട്. അതിനിടയ്ക്ക് ഈ പ്രിയദർശിനി വന്നപ്പോഴത്തേക്ക് ഓക്കെ പരിപാടിയില്ല, എല്ലാ പരിപാടിയും പൂട്ടിക്കിടന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. മനുഷ്യൻ്റെ അവസ്ഥ ഇതൊക്കെ ആരോട് പറയും? ആരോടും പറയേണ്ട ഒരു കാര്യമില്ല. ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മളെയൊന്നും. പ്രൈവറ്റ് ബസ്സിൽ ഉള്ള ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഞാൻ ഇന്നും ഇപ്പോൾ 12 വർഷമായി ഞാൻ ഈ പണിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 12 വർഷമായി പണിയെടുക്കാറുണ്ട്. ഈ പണിയെടുത്തിട്ട് എനിക്കൊരു സന്തോഷമുള്ളൂ, അതുപോലെ ശമ്പളം കിട്ടുന്ന ഒരു പണിയായതുകൊണ്ട് ഞാൻ ഈ പണിയെടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇതുപോലും എടുക്കാൻ പറ്റിയല്ല. ഞാൻ പിന്നെ വേറെ എന്ത് പണിക്ക് പോകും നമ്മൾ? ഇത് ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ് പണിയുന്നവരെല്ലാവരും ഗുണ്ടായിസം ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരുണ്ടാക്കി ഏതൊരു മേഖലയിലാണ്, ഏത് തൊഴിൽ മേഖലയാണ് നല്ലവരുണ്ട് ചീത്തയുണ്ട്. ആരും നല്ലവർ മാത്രമല്ല എന്ന് പറയുന്നത്. നമുക്ക് സത്യം പറയാം ഇപ്പം വേറെ ഒന്നിനും പോകാൻ മേലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. പ്രിയദർശിനികൾ വന്നപ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായി. അല്ലെങ്കിൽ തന്നെ നമ്മൾ പട്ടിപ്പണി എന്നാണ് പറയുന്നത്, വണ്ടിപ്പണി തെണ്ടിപ്പണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായി. ജീവിക്കാൻ മേല സത്യം പറയാം. വേറെ വല്ല പണിക്കും പോകണം എന്നൊക്കെ ആലോചനയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് പണി കിട്ടും പെട്ടെന്ന്? ഞാനൊരു പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരാൾ മാത്രം ജോലിക്ക് പോയി കുടുംബം നോക്കണ വീട്ടിൽ പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ട് നിനക്കൊക്കെ വേറെ പണിക്ക് പോകത്തില്ല. അവരൊരു പണി തരട്ടെ, ആരും തരികയില്ല. പറയുമ്പോൾ എല്ലാവരും വലിയ ഡയലോഗ് അടിക്കും. പക്ഷേ നമുക്ക് ഈ സാധനം ഈ കയറ്റിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പട്ടിണിയാണ് സത്യം പറയാം. അത്രേ ഉള്ളൂ. കാരണം വേറെ ഒന്നും പറയാനില്ല. കാരണം പ്രിയദർശിനിയുടെ പരിപാടി കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ അതൊരു പ്രായപരിധി വെക്കണം. അതുപോലെ പാടില്ലാത്തവർക്കൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുന്നവർക്കും അങ്ങനെ ആശുപത്രി കേസൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു കാർഡാക്കി ഇവർ കൊടുക്കട്ടെ. അങ്ങനെ നല്ല കാര്യം ചെയ്യട്ടെ. പക്ഷേ ഈ സർക്കാർ ചെയ്തൊരു കാര്യം നല്ലൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തതൊക്കെ നല്ല കാര്യമാണ്. എല്ലാം മുൻഗണനയൊക്കെ കൊടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പുരുഷന്മാരെ ഞാനൊന്നും പറയുന്നില്ല സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തില്ല. പക്ഷേ
പ്രൈവറ്റ് ബസ്സുകാരുടെ അവസ്ഥയും കൂടെ ഈ സർക്കാർ ഒന്ന് മനസ്സിലാക്കണം, അതേ ഉണ്ട്. പക്ഷേ ഇവരിത് നിർത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ കൊടിയിട്ടിറങ്ങോ, ഇവർക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. ഇപ്പം നമ്മുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ ദയനീയ അവസ്ഥയായിട്ടിരിക്കും. അതാണ്. അതുപോലെ പ്രൈവറ്റ് ബസ്സിൽ വേറെ കാര്യമുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ പിള്ളേർക്ക് ഫ്രീ ഉണ്ട്, പകുതി ബസ്സിലും പിള്ളേർക്ക് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ KSRTC എന്താ കൊടുക്കാതെ, അത് കൊടുക്കുകയല്ലോ. പിന്നെ പ്രായപരിധി വെക്കണം ഞാൻ പറയുകയാണെങ്കിൽ പ്രിയദർശിനി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഇപ്പോൾ പുതിയതായിട്ട് KSRTCയുടെ സ്വിഫ്റ്റിൻ്റെ 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക്, അതായത് തൊഴിൽ നേടുന്നവർക്ക് തേടുന്നവർക്ക് ഒരവസരമായിട്ട് 30,000 രൂപ എടുത്ത് കയറുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ട്. ഞാൻ ഈ 30,000 രൂപ കൊടുത്ത് KSRTC സ്വിഫ്റ്റിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിൽ പറഞ്ഞു, കാരണം 715 രൂപയ്ക്ക് നഷ്ടമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ 30,000 രൂപ വെച്ച് ഒരു വ്യക്തിയുടെ നിന്ന് മേടിക്കുമ്പം എത്രയോ ആളുകൾ പോയി മേടിക്കുന്നുണ്ട്, അതൊന്ന് ചിന്തിച്ച് നോക്കിയെന്ന്. അപ്പോൾ എത്ര കോടി രൂപ സർക്കാരിന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന് എത്ര കോടി രൂപ കിട്ടി ഈ 30,000 രൂപ വെച്ച്. എന്നിട്ട് ഈ പുതിയ സർക്കാരും കൂടെ ഇറക്കിയേക്കും 30,000 രൂപ ഉണ്ടെങ്കിൽ പുതിയ തൊഴിലാളികൾക്ക് കയറാമെന്നുള്ള രീതി. ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഈ 30,000 രൂപ വെച്ച് ഞാൻ സത്യം പറയാം, ആ സമയത്ത് ഞാൻ മാലയും ഇതൊക്കെ പണയം വെച്ചിട്ട് ഞാൻ 30,000 രൂപ കൊണ്ട് പോയതാണ്. 30,000 കൊണ്ട് ഞാൻ മാന്യമായിട്ട് പണിയെടുത്തിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഞാൻ പോന്ന. പക്ഷേ ഞാൻ പിന്നെ പോയില്ല. പക്ഷേ എൻ്റെ കൂടെ അന്ന് ഓടിയ ഒരു 10-50 പേരുണ്ട്. ഓരോ ബാച്ചായിട്ട് അവരെടുക്കണം. ആ 50 പേരിൽ ഒരു 20 പേരും പണി നിർത്തിപ്പോയി. ഒരു കാരണമില്ലാത്ത പണി നിർത്തിപ്പോയി. പക്ഷേ തിരിച്ച് ഈ പൈസ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞ കാരണം എന്നറിയോ, നിങ്ങളിവിടെ വർക്ക് ചെയ്തതായിട്ട് തെളിവോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ പറയണ നിങ്ങളിവിടെ വർക്ക് ചെയ്തതായിട്ട് തെളിവോ കാര്യങ്ങളോ ഇല്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ പൈസ തിരിച്ചു തരുമെന്ന് പറഞ്ഞത്. പക്ഷേ അവരുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ പൈസ പോവും, അങ്ങനെ പോകും, ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാൽ പോലും ഇവർ 1 രൂപ പോലും തിരിച്ചു കൊടുക്കുന്നില്ല. പകുതി പേർക്കും. എനിക്കൊക്കെ ഇപ്പോഴും പൈസ കിട്ടാണ്. ഞാൻ ചോദിച്ചിട്ട് പോലും, നമ്മൾ ഉപേക്ഷിച്ച്. കാരണം എന്ന് പറയില്ല, എന്നെപ്പോലെ എന്തോരം ആളുകളുണ്ട്. എന്നിട്ടാണ് ഈ പുതിയ KSRTC സ്വിഫ്റ്റിലോട്ട് പുതിയ ആൾക്കാരെ വെക്കുന്നത്. എന്നാൽ PSCക്ക് ഇവർക്ക് നിയമനം ചെയ്തില്ലേ, അത് ചെയ്യില്ല. ഈ 30,000 രൂപ വെച്ച് സർക്കാരിനുണ്ട്. അപ്പോൾ എത്ര കോടി രൂപയെന്നാലും ചെയ്യും. നമുക്ക് കോടിയുടെ കണക്കും കാര്യങ്ങളും അറിയാം. നമുക്ക് ഈ 1200 രൂപ ശമ്പളത്തിൻ്റെ കാര്യം അറിയാവുള്ളൂ. പക്ഷേ ഈ കോടികൾ എന്തോരം ഈ സർക്കാർ മേടിക്കുന്നുണ്ട്. ഈ സർക്കാരും കഴിഞ്ഞ പ്രാവശ്യം സർക്കാരും എല്ലാം മേടിക്കുന്നത്. പക്ഷേ ഈ ആർക്കെങ്കിലും ഉപകാരമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പിന്നെ ഉണ്ട്. ഇപ്പോൾ പ്രിയദർശിനി വന്നതോടുകൂടി എല്ലാം കൂടെ ഓക്കെ, സന്തോഷമായി. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സംഭവം സമയം വെക്കണം. സമയം വെക്കുക എന്നുള്ള കാര്യം നടക്കുകയില്ല. കാരണം വേറെ ആൾക്കാർ കയറി കൊടിയായിട്ടിറങ്ങും. കാരണം ഈ സർക്കാർ എന്തെങ്കിലും ചെയ്ത് അവർ അന്നേരം കൊടിയായിട്ടിറങ്ങും. വേറെ പല പാർട്ടികളും കൊടിയായിട്ടിറങ്ങുക. പിന്നെ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. ഞാൻ പറയുകയാണെങ്കിൽ പ്രിയദർശിനി നല്ല കാര്യം. എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും പെങ്ങളും എല്ലാം ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് മാറ്റാം എന്നൊരു സംഭവം നടക്കില്ല. കാരണം ഈ സർക്കാരിനൊന്നും മേലാത്ത അവസ്ഥയിൽ നിൽക്കുക. പക്ഷേ നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സർക്കാർ ഒരു പണി, ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് എല്ലാവർക്കും ഒരു പണി തരട്ടെ. അല്ലെങ്കിൽ ഈ സാധനം മൊത്തം പ്രൈവറ്റ് ബസ് നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു ജോലി തട്ടി. ഇതേപോലെ ഞങ്ങൾ ഈ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. നേരത്തെ പണ്ടെന്ന് പറഞ്ഞാൽ ഡ്രൈവർ കണ്ടക്ടർ കിളി ഉണ്ടായിരുന്നു. ഇപ്പോൾ കിളിയില്ല, ഡ്രൈവർ കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ മുതലാളിക്ക് എല്ലാ ദിവസം പേപ്പറും കൊടുക്കുക. ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല. കാരണം ഞങ്ങൾക്ക് 10 ദിവസം ശമ്പളം പോലും ഇല്ല ഞങ്ങൾ വീട്ടിൽ പോകണം. ഒരു ദിവസം വണ്ടി ആരെങ്കിലും വന്ന് ഈ വണ്ടിയുടെ മുഖത്തോട്ട് കയറി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വണ്ടി മുടങ്ങിയ അന്നത്തെ ദിവസം നമുക്ക് ശമ്പളം ഇല്ല. ഇതാണ് നിലവിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ സാഹചര്യം. അതുകൂടാതെ ബാക്കി കാര്യങ്ങൾ, മുതലാളിമാരുടെ ഇൻഷുറൻസ്, ടാക്സ്, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-24,000 രൂപ വരും ഈ വണ്ടിക്ക് ഇൻഷുറൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. ടാക്സ് ആയിട്ട് 10-30,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഈ പുതിയ സർക്കാർ ടാക്സിൻ്റെ അത് ഇളവ് തരുന്നുണ്ട്. പക്ഷേ എന്ത് കാര്യം തന്നെ, ഒരു കാര്യമില്ല. ഈ വണ്ടിയൊക്കെ 16 രൂപ 17 രൂപ ഓടിക്കേണ്ടത് വണ്ടി ഇന്ന് ഓടണം വണ്ടി 12 രൂപ. അതുപോലെ ഷട്ടിൽ വണ്ടി 10 രൂപ 10,000 രൂപ 8,000 രൂപ ഓടിക്കേണ്ടത് വണ്ടി ഇന്ന് ഓടണം 6,000 രൂപ 5,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയൊന്നു. ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അന്നേരം പ്രൈവറ്റ് ബസ്സുകാർ പട്ടിപ്പണി ചെയ്യുന്നവർ, ബാക്കി എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം നല്ല പണി ചെയ്യുന്നവർ. പ്രൈവറ്റ് ബസ്സുകാർ മൊത്തം ഗുണ്ടകൾ, കഞ്ചാവ് അടിക്കണവർ. ഇത് എവിടെ ഗുണ്ടകൾ? ഞാൻ പറയാം, എല്ലാ മേഖലയിലും നല്ലവരുണ്ട്, ചീത്തമായിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ മേഖലയിലും. ഞാനൊക്കെ ഇത് നിങ്ങൾ തൂഫാൻ എന്നെ വേണമെന്ന് നോക്കി വണ്ടി എല്ലാ ദിവസവും കയറിയോ. നമ്മളിവിടെ കഞ്ചാവും വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി വരിക. പക്ഷേ ജീവിക്കാൻ പോലും പറ്റിയില്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. വണ്ടിപ്പണിക്കെല്ലാം ഗുണ്ടകൾ. വഴിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പണ്ടത്തെ സമയം സർക്കാർ ആ സമയം തന്നെ വെച്ചാൽ ഇന്നും ഈ വണ്ടി ഒരു 10-25 വർഷമായിട്ട് ഈ സമയത്ത് തന്നെ ഓടണം. ഇന്ന് ഈ പറയുന്ന ആരെങ്കിലും ഈ വണ്ടി സമയത്തൊന്ന് ഓടിച്ച് കാണിക്കുക കോട്ടയം റോഡിൽ. ഞാൻ എന്നാൽ ഈ പണി ഇവിടെ നിർത്തും. കോട്ടയം റോഡ് മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും, ഗുരുവായൂർ ഓടുന്ന വണ്ടിയാണെങ്കിലും, ഇവിടെ ഷട്ടിൽ വണ്ടി ആണെങ്കിലും, ഈ പറയുന്ന ഒരു കാറേ പോകണോ ജീപ്പേ പോകണോ ഒന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കട്ടെ. ഇവനൊക്കെ ഈ പറയുന്ന ഈ പെണ്ണുങ്ങളാണ് ആണുങ്ങളാണെങ്കിലും കുറ്റം പറയുന്നുണ്ട്. ഇവരൊക്കെ ഈ വണ്ടിപ്പണി ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. ഒരു ദിവസം ചെയ്ത് പണി കാണിച്ചാൽ നമ്മൾ അംഗീകരിക്കാം. ഒരിക്കലും നടക്കുകയില്ല. കാരണം ഒരു വഴിയിൽ കൊണ്ടുപോയി, ഒരു കുഞ്ഞു വഴിയാണ്, ആ കുഞ്ഞു വഴിയുടെ 2 സൈഡിലും കൊണ്ട് വണ്ടി ഇട്ടേക്കുക. ഈ സാധനം ഞങ്ങൾ പിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണം? എന്നിട്ട് പറയാം ലോകത്തുള്ള പ്രൈവറ്റ് ബസ്സുകാർ മൊത്തം ഓവർ സ്പീഡ്. ഞാൻ KSRTC പണിയെടുത്തവരാണ്. KSRTCക്ക് ഒരു സമയം വേണ്ട, ഒന്നും വേണ്ട. ചുമ്മാ സമയത്ത് അങ്ങ് പോയാൽ മതി. അത് ഏത് പൊട്ടക്കണ്ണിനും പറ്റും ഓടിക്കാം. പക്ഷേ പ്രൈവറ്റ് ബസ് അത് ഓടിക്കണമെങ്കിൽ ഇച്ചിരി ചങ്കൂറ്റം തന്നെ വേണം. പ്രിയദർശിനിയുടെ വന്നപ്പോൾ നമുക്ക് ഓക്കെ, കാര്യങ്ങൾ ഓക്കെ, പൂർത്തിയായി. ജീവിക്കാൻ മേലെ സത്യം പറയുന്ന ഈ സമൂഹത്തിൽ, ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. പുറം രാജ്യങ്ങളൊക്കെ ചെന്ന ഡ്രൈവർമാർക്ക് എന്ത് വിലയാണെന്നറിയോ? അവരെയൊക്കെ പുഷ്പം നല്ല പൂവിട്ട് പൂജിക്കും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇന്ന് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ വണ്ടി ഓടിക്കണവന്മാരെല്ലാം പട്ടികൾ, വണ്ടിപ്പണി എടുക്കുന്ന ഒരു പട്ടികളാണ് സത്യം പറഞ്ഞാൽ. ഒന്നും മേലാത്ത അവസ്ഥ അവർക്ക്. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് വന്നു നോക്കി. ഈ സർക്കാർ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നു നോക്ക്. പ്രിയദർശിനി കാരണം ഞങ്ങളെ ബാധിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ദിവസം വന്നു നോക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
ഈ വൈകുന്നേരം 1200 രൂപയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പെണ്ണുമ്പോൾ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും മെസ്സേജ് അയക്കും. വൈകുന്നേരം വരുമ്പോഴത്തേക്കും അരി, പച്ചക്കറി എല്ലാ സാധനവും മേടിച്ചോണ്ട് വന്നു. 1000 രൂപയ്ക്ക് പണിയും 1000 രൂപയും തീർന്നിട്ടാ പോണ സത്യം പറവില്. അത് ഈ പാൻ്റൊക്കെ നോക്കി നിങ്ങളിത്, ഇതൊക്കെ നമ്മുടെയൊക്കെ അവസ്ഥ നോക്കി. ഇതൊക്കെ ആരോട് പറയാനാ? നമ്മൾ അന്നേരം പറയും, ഓ നീയൊക്കെ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി നല്ല ഗ്ലാമറായിട്ട് വന്നല്ലെന്ന് പറയും. ഇത് സത്യം പറഞ്ഞത് ഒരു പാൻറ്റും ഷർട്ടും മേടിച്ചിട്ട് എത്ര ദിവസം അറിയോ എന്ന് നമ്മൾക്ക് ഒന്നും മേലാത്ത അവസ്ഥ. സത്യം പറയാം, ഇപ്പം ഞങ്ങൾ ജീവിച്ചങ്ങ് പോണ്. നമ്മൾ മരിക്കാൻ നമുക്ക് പറ്റിയല്ലോ, അത് കാരണം നമ്മൾ ജീവിച്ചു പോവുക സത്യം പറയാം. ഇത് പക്ഷേ ഞങ്ങൾ ആരോടും പരാതി ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഒരുത്തരോട് പറഞ്ഞാൽ നീ ഒരു പല സാറുമാർ, പോലീസുകാരെ ഞാൻ പറയാം, പല പോലീസുകാരും നല്ലവരുണ്ട്, ചീത്തയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആരോടെങ്കിലും ഒരു പരാതി പറയാൻ ചെല്ലാവോ? നീയൊക്കെ ആ പണി ചെയ്യുന്നതല്ലേ, അങ്ങനെ നമ്മളെ കാണുള്ളൂ. കാരണം നമുക്ക് തന്നെ കുറവന്നെ. ഞങ്ങളും എല്ലാവരെ പോലെ വിദ്യാഭ്യാസമുള്ളവരാ. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനെ. എൻ്റെ കൂടെ പണിയാണ്, അവന് വിദ്യാഭ്യാസമുണ്ട്. 10ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് പണിക്കാരൊന്നും ഇല്ല വണ്ടി പണിക്ക്. അതൊക്കെ പണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഡിഗ്രി കഴിഞ്ഞവരും PG പഠിക്കുന്നവരൊക്കെ ഈ വണ്ടിപ്പണിക്ക് ഇറങ്ങണവർ. എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിക്കാൻ അത് മാർഗ്ഗമുള്ളൂ. കാരണം ഈ കേരളത്തിൽ ഭായിമാർക്ക് 1000 രൂപ ശമ്പളമുണ്ട്, വണ്ടിപ്പണിക്കാരന് 1200 1500 രൂപ ശമ്പളമുണ്ട്. ഇത് ഇത്ര മാന്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഏത് തൊഴിലുള്ള? സർക്കാർ കണ്ടോ, സർക്കാർ KSRTCയിൽ 715 രൂപ കൊടുക്കണം. ഞങ്ങളുടെ വണ്ടി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം കാണിച്ചത് 1200 രൂപയുണ്ട്. കോട്ടയം റൂട്ട് സർവീസ് ഡ്രൈവർക്ക് 1200 രൂപയുണ്ട്, കണ്ടക്ടർക്ക് 1100 രൂപയുണ്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിലെ ശമ്പളമാണ്. പക്ഷേ ഇപ്പോൾ പ്രിയദർശിനി വന്നതോടുകൂടി ഈ ശമ്പളമൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. എല്ലാ ദിവസവും ഞങ്ങളുടെ മുതലാളി വന്നിട്ട് പേപ്പർ മേടിച്ചോണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ നമുക്ക് എന്നെ പറ്റും? ഞങ്ങളുടെ ശമ്പളത്തിന് ഞങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയൊന്നു. ഈ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഇത് അങ്ങ് തട്ടിയും മുട്ടി അങ്ങ് പോകുന്നു. മനുഷ്യൻ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പേടിയാവുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ആത്മഹത്യ ചെയ്തേനെ. വീട്ടിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷയായിട്ട് വൈകുന്നേരം ഈ ശമ്പളത്തിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലാനായിട്ട് ഇരിക്കും. പക്ഷേ 10 ദിവസം നടക്കണില്ല. 2 ദിവസം പണിയുണ്ടെങ്കിൽ 3-ാം ദിവസം പണി ചിലപ്പോൾ കാണിയില്ല. കാരണം നമ്മൾ ഈ വണ്ടിപ്പണിക്കാരെന്ന് പറഞ്ഞാൽ ഒത്തിരി പണിക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും മാറി മാറി പണി കൊടുക്കണം. ചില ദിവസം പണി കാണിയില്ല. ഇത് പണി ഉണ്ടെങ്കിൽ തന്നെ ഈ ശമ്പളത്തിലാണ്, തുച്ഛമായ ശമ്പളത്തിലാണ് ഇപ്പോൾ പണിയുന്നത്. ഇതിന് സമരം എന്നാ ചെയ്തിട്ട് ഒരു കാര്യമില്ല, സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തുക. ഞങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സുകാരെ കൂടെ ചേർത്ത് നിർത്തുക. അതാ എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ അന്ന്. കാരണം നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ വേറെ പണിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയല്ലാത്ത സാഹചര്യം. അതിപ്പം പറയുന്നവർ പറയും നീയൊക്കെ വേറെ പണിക്ക് പോകും, അങ്ങനെ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകുന്നൊക്കെ പറയും. പക്ഷേ വേറെ എന്ത് പണിക്ക് പോകും? പെട്ടെന്ന് ഒരു പണി കിട്ടുമോ? എവിടെയെങ്കിലും കിട്ടുമോ? ഞാനിപ്പോൾ ചുമ്മാ പോയി ഒരാളോട് പണി ചോദിച്ചാൽ പണി കിട്ടുമോ? ഇല്ല, പണി കിട്ടിയല്ല. കാരണം നല്ല പണി കിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി കാത്തിരിക്കണം. എന്നാലും തുച്ഛമായ ശമ്പളം കാണുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല. പ്രിയദർശിനെ കുറിച്ച് എനിക്കിതാ പറയാനുള്ളത്. പ്രിയദർശിനി സംഭവം നമ്മളെ ശരിക്കും ബാധിച്ചൊരു സംഭവമാണ്. പക്ഷേ അത് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞാൽ മാറ്റിയല്ല. അല്ലെങ്കിൽ ഇവിടെ മുതലാളിമാർ കൊടിയായിട്ടോ അല്ലെങ്കിൽ സമരം ചെയ്തിട്ടോ അവർ പ്രിയദർശിനി സംഭവം മാറ്റിയല്ല. പിന്നെ എന്തെങ്കിലും ഒരു മര്യാദ കാണിച്ച് പ്രൈവറ്റ് ബസ്സുകാർക്ക് ജീവിക്കണം, ഈ റൂട്ടിൽ സർവീസ് നടത്തണമെന്ന ആഗ്രഹത്തോടെ സർക്കാർ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ വെച്ച് കൊടുക്കുക. അതായത് കുട്ടികൾക്ക് ഫ്രീ കൊടുക്കാം, കുട്ടികൾക്ക് ഫ്രീ കൊടുക്കാം. ഞങ്ങൾ ST കൊണ്ടുപോകുന്നുണ്ട് കുട്ടികൾക്ക് 1 രൂപ 2 രൂപ 3 രൂപ വെച്ച് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സർക്കാർ ബസ്സിൽ പിള്ളേർക്ക് ഫ്രീ ഇല്ല എന്ന് പറയുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സർക്കാർ ബസ്സിൽ ഫ്രീ കൊടുക്കട്ടെ കുട്ടികൾക്ക്. അത് കൊടുക്കുകയില്ല അവർ. എന്തുകൊണ്ടാണ് കൊടുക്കുകയില്ലാതെ? കൊടുത്തു കഴിഞ്ഞാൽ അത് പിള്ളേർ മാത്രമേ കയറുള്ളൂ. അത് അവർക്ക് നന്നായിട്ടില്ല, അതുകൊണ്ട് അവർ കൊടുക്കുകയില്ല. പ്രൈവറ്റ് ബസ് കൊടുത്തോണം. അത് കാലങ്ങളായിട്ട് കൊടുത്തു. ഞാനും ഈ പൈസ കൊടുത്ത് ST പൈസ കൊടുത്ത് ഞാൻ വണ്ടി യാത്ര ചെയ്തിട്ടുള്ള ആ കാലം എത്ര വർഷങ്ങളായി? 19 വർഷമായിട്ട്. 50 ഒന്നുമല്ല, അതിനൊക്കെ മേളിലായിട്ടും ഇപ്പോഴും പിള്ളേർക്ക് കൺസെഷൻ കൊടുക്കണം ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ വണ്ടിയിലും കൊടുക്കട്ടെ. സർക്കാരിൻ്റെ വണ്ടി കൊടുക്കുകയില്ലല്ലോ. അതിൻ്റെ കാരണം എന്നാ? അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പണ്ട് 10-15,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ഇന്നത് 3000 5000 ആയി, 5000 6000 ആയി. കുറഞ്ഞു. പക്ഷേ അത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമൂഹത്തിലെ ഓരോ ദിവസം പോകുന്ന കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഈ ഓരോ ബസ്സുകളും കുറയുന്നത്. ഞാനല്ല നമ്മൾ വേറെ പറയണം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. നമ്മൾ പട്ടികളൊന്നുമല്ല. അത്രേ ഉള്ളൂ. ഞാൻ പ്രതികരിക്കും ചേച്ചി, ഞാൻ പ്രതികരിക്കാം. എനിക്ക് അതിൻ്റെ ഒരു പേടിയില്ല. വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? പ്രിയദർശിനി ഞാൻ പറഞ്ഞു തരാം. അവർ നിർത്തിയില്ല സർക്കാർ. നിർത്തി കഴിഞ്ഞാൽ അന്നേരം LDF-ഉം BJP-യും കൊടിയിട്ടിറങ്ങും. ശരിയാണോ ഞാൻ പറഞ്ഞ? നിർത്തി തരില്ലേ? കാരണം UDF-ന് ഒരു താല്പര്യമില്ല അവർക്ക്. പക്ഷേ ഈ LDF-കാർ കൊടിയിട്ടിറങ്ങുക, എന്നിട്ട് അവന്മാർ വലിയ മാന്യന്മാർ പോകും. അതാ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കണം. നമ്മൾ ഇപ്പം ഞാനൊരു പാർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ കൊലയാളിയും വലിയ കുറ്റക്കാരനും പോകും, നമ്മളെ വലിയ കേസിലൊക്കെ പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഒരു പാർട്ടിക്കാരൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരന് ജീവിക്കണം. അതാ ഞാൻ പറയുന്നുള്ളൂ. സാധാരണക്കാരന് ജീവിക്കണം. ഇവിടെ പാർട്ടി എല്ലാം വേണം, LDF വേണം, BJP വേണം, എല്ലാ പാർട്ടിയും വേണം. പക്ഷേ സാധാരണക്കാരന് ജീവിക്കണം. സാധാരണക്കാരനെ ഉപദ്രവിക്കുന്ന ആകരുത്. നമ്മളിതുവരെ ഒരു പാർട്ടിക്കാർ ഉപദ്രവിച്ചില്ല. പക്ഷേ പ്രിയദർശിനിയുടെ ഒരു കാര്യത്തിൽ നമുക്കത് എന്നാ പറയണത്? നമുക്ക് ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. പ്രിയദർശിനി നമ്മുടെ ഗതികേട് കൊണ്ട് പറഞ്ഞാൽ അത് പറയടാ. ഓക്കെ.